ദുഷ്ടത നിന്നെ തോൽപ്പിക്കരുത്, നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തുക എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതുന്നുണ്ട്. നന്മയുടെ അനുഭവമുള്ള ഒരു സമൂഹമായി നമുക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നുമുള്ളതായ ഒരു വിടുതൽ പ്രാപിക്കുന്നതിന് ശരീരവും മനസ്സും ഒരുപോലെ ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ നൊയമ്പിന്റെ അനുഭവം ആത്മാവിന്റെ രൂപാന്തരീകരണത്തിന് ഒരു മുഖാന്തരമായി മാറിയേ മതിയാകൂ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിച്ചവനായ ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ഒന്നുണ്ട്. തന്റെ ഏകജാതന് വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള പിതാവാം ദൈവത്തിന്റെ അനുഗ്രഹകരമായ വചനം. ദൈവം പുത്രനായി ലോകത്തിൽ അവതരിച്ച് ക്രൂശിൽ മരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും വിമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. സാധുക്കളും സാധാരണക്കാരുമായ, രോഗികളും അശരണരുമായ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ക്രിസ്തു ദൈവരാജ്യത്തിന്റെ സമാനതകളില്ലാത്ത അനുഭവമുള്ള പ്രബോധനങ്ങൾ നൽകുമ്പോൾ അതിലേക്ക് അടുത്തു വരുവാനും ആ ദൈവരാജ്യത്തിന്റെ അനന്തമായ സാധ്യതകളെ മാറ്റത്തിന്റെ അനുഭവത്തിലൂടെ സ്വാംശീകരിക്കുവാനും അനേകർക്ക് സാധിച്ചു. ഒരു സമൂഹത്തിന്റെ അവിടെ നിലനിൽക്കുന്നതായ അനീതിയുടെയും അടിമത്വത്തിന്റെയും അസമത്വത്തിന്റെയും എല്ലാ വശങ്ങളിലേക്കും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നവനായ ക്രിസ്തു സമൂഹത്തോട് മുഴുവനുമായി നടത്തുന്നതായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം രോഗത്തിന് സൗഖ്യമായും, അശരണർക്ക് ആശ്വാസമായും, സാന്ത്വനമായും, സൗഖ്യമായും ഒക്കെ മാറ്റപ്പെടുകയാണല്ലോ ഉണ്ടായത്.